ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നതും പുറത്തു പറയാൻ മടി കാണിക്കുന്നതുമായ ഒരു പ്രശ്നമാണ് ല്യൂക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പൊക്ക്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഫിസിയോളജിക്കലായിട്ടും, അതായത് സ്വാഭാവികമായുള്ളതും, പാത്തോളജിക്കലായിട്ടുള്ളതും, അതായത് ഏതെങ്കിലും ഒരു രോഗാവസ്ഥയുടെ ഭാഗമായിട്ടുള്ളതും. ഫിസിയോളജിക്കലായിട്ടുള്ളത്, അതായത് നോർമൽ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് കൂടുതലായും പീരീഡ്സിന് 2-3 ദിവസം മുതലോ ഓവുലേഷനോടനുബന്ധിച്ചോ ആയിരിക്കും കൂടുതലായി കാണുന്നത്. അതിന്റെ ഡിസ്ചാർജിന്റെ കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ അത് വളരെ ട്രാൻസ്പാരന്റ് ആയി എഗ് വൈറ്റ് കൺസിസ്റ്റൻസിയിലുള്ളതായിരിക്കും. അതിന് പ്രത്യേകിച്ച് ദുർഗന്ധമോ അതിനോടനുബന്ധിച്ച് യോനി ഭാഗത്ത് ചൊറിച്ചിലോ മറ്റ് അസ്വസ്ഥതകളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയും ഇല്ല. ഈ നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജ് കൂടുതലായും നമ്മുടെ യോനി ഭാഗത്തുള്ള ഡെഡ് സെൽസിനെ, അതുപോലെ അണുബാധ ഉണ്ടാക്കുന്ന ചില ബാക്ടീരിയകളെ പുറന്തള്ളാനും യോനി ഭാഗത്ത് സ്വാഭാവികമായി ആവശ്യമുള്ള ലൂബ്രിക്കേഷൻ നൽകാനും സഹായിക്കുന്നു. രോഗാവസ്ഥയിലുള്ള ഡിസ്ചാർജിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? രോഗാവസ്ഥയിലുള്ള ഡിസ്ചാർജ് കൂടുതലും അമിതമായ അളവിലുള്ളതും നിറവ്യത്യാസത്തോട് കൂടിയതും ആയിരിക്കും. അതായത് ചിലപ്പോൾ ഒരു ബ്ലൂവിഷ്, യെല്ലോയിഷ്, പിങ്കിഷ് കളർ അല്ലെങ്കിൽ ഗ്രീൻ കളറിലൊക്കെ ഉള്ള ഡിസ്ചാർജസ് ആയിരിക്കും. അതുപോലെ ദുർഗന്ധത്തോട് കൂടിയതും, യോനി ഭാഗത്ത് ചൊറിച്ചിൽ, പുകച്ചിൽ, നടുവേദന, വയറുകാളൽ, അടിവയറുവേദന എന്നീ അസ്വസ്ഥതകളോട് കൂടിയതുമായിരിക്കും. ഇങ്ങനെയുള്ള ഡിസ്ചാർജസിനെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിനെ ശ്വേതപ്രതരം എന്നാണ് പറയുന്നത്. ആയുർവേദത്തിൽ മുഖ്യമായും ശ്വേതപ്രതരത്തിന്റെ ചികിത്സ ഓരോ വ്യക്തിയുടെയും ലക്ഷണങ്ങൾ അനുസരിച്ച് ചില ഇന്റേണൽ മെഡിസിൻസും എക്സ്റ്റേണൽ തെറാപ്പീസും ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ, ഈ ഒരു വജൈനൽ ഡിസ്ചാർജിനെ തടയാൻ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? യോനി ഭാഗം നല്ലപോലെ വൃത്തിയായി ഈർപ്പമില്ലാത്ത രീതിയിൽ വെക്കുക. കൂടുതലും സോപ്പോ അല്ലെങ്കിൽ ഡെറ്റോളോ അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളമോ ഉപയോഗിച്ച് ആ ഭാഗം, യോനി ഭാഗം കഴുകാതിരിക്കുക. കാരണം ഇത് അവിടുത്തെ നോർമൽ pHനെ ചേഞ്ച് ചെയ്യുകയും അണുബാധയെ തടയുന്ന ചില ബാക്ടീരിയകളെ, നല്ല ബാക്ടീരിയയെ നശിപ്പിക്കാനും ഇത് കാരണമാകുന്നു. അതുകൊണ്ട് നോർമൽ വെള്ളം ഉപയോഗിച്ച് വൃത്തിയായി കഴുകി ഈർപ്പമില്ലാതെ വെച്ചാൽ മതിയാകും. അതുപോലെ നമ്മൾ അയഞ്ഞ വസ്ത്രങ്ങൾ കൂടുതലായി ധരിക്കാൻ ശ്രമിക്കുക. ടൈറ്റ് ജീൻസോ ടൈറ്റ് ലെഗിങ്സോ ഒന്നും ധരിക്കാതിരിക്കുക. അടിവസ്ത്രങ്ങൾ കൂടുതലും കോട്ടൻ്റേത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ആഹാരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പൈസി ആൻഡ് ഓയിലി ഫുഡ് കഴിയുന്നതും ഒഴിവാക്കുക. കൂടുതൽ വറ്റൽമുളക്, വാളംപുളി, ഉണക്കമീൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക. നിസ്സാരമായി കരുതാതെ ഈ ഡിസ്ചാർജസിനെ പ്രാരംഭത്തിൽ തന്നെ ശരിയായ രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയാൽ ഇൻഫെക്ഷൻ കൂടുതൽ ഗർഭാശയത്തിലേക്കും മൂത്രനാളിയിലേക്കും ഒക്കെ പടരുന്ന ഇതുപോലെയുള്ള സങ്കീർണതകളെ നമുക്കൊരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. താങ്ക് യു.